അപ്പോൾ സാർ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിനെ കുറിച്ചും അത് സിലബസിനെ കുറിച്ചും അത് സാലറിനെ കുറിച്ചും ഏജിനെ കുറിച്ചും എല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട എക്സാം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഏതൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത്? ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് നമുക്ക് പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നു, അതിൻ്റെ മുമ്പ് ഈ സ്റ്റഡി മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തണം എന്നുള്ളത്, ഈ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് എന്തുകൊണ്ട് പറയണമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാത്തത് ഇന്നത്തെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടേ അല്ല. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഓവർലോഡാണ്. കാരണം കണ്ടമാനം സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് ടെലഗ്രാം ചാനലുകളുണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്, ഒരുപാട് ബുക്സുകളുണ്ട്, ഒരുപാട് മെറ്റീരിയൽസുകളുണ്ട്, PDF കണ്ടമാനം അവൈലബിൾ ആണ്. ആർക്കും ഇത്രയും ഒരുപാട് റിസോഴ്സസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മുമ്പൊരു കാലത്ത് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു. പക്ഷേ ഇന്ന് മെറ്റീരിയൽസിൻ്റെ ആധിക്യമാണ്. കണ്ടമാനം മെറ്റീരിയൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രത്തോളം ഇൻഫോർമേഷൻ ഓവർലോഡാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ ബുക്സുകൾ എടുക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഏതൊരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴും 2 കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സിലബസ് ആണ്, സ്റ്റിക്ക് ടു ദി സിലബസ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് പ്രിലിംസിൻ്റെ സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്, അതുപോലെ മെയിൻസിൻ്റെത് ഇപ്പോൾ ഡിസംബറോട് കൂടി നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ സിലബസിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. സിലബസ് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസിനും ആയിട്ട് നടത്തിയിരിക്കുന്ന 40+ 40-ലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 2021 ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതിന് ശേഷം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, നമുക്കൊരു ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഏത് ലെവലിൽ നമ്മുടെ പ്രിപ്പറേഷൻ പോകണം, എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒന്ന് സിലബസ്, 2 പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. അതുപോലെ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള റിസോഴ്സസുകൾ മാത്രം ഉപയോഗിക്കുക. ഞാൻ ഈ പറഞ്ഞ മോഡൽ കണ്ട ചവറ് കണക്കിന് മെറ്റീരിയൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകളും സ്റ്റഡി മെറ്റീരിയൽസുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ പരമാവധി ട്രസ്റ്റഡ് ആയിട്ടുള്ള, തെറ്റുകൾ കടന്നു വരാത്ത, മാക്സിമം തെറ്റുകൾ കുറവുള്ള പുസ്തകങ്ങളും മെറ്റീരിയൽസുകളും ഉപയോഗിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബുക്സുകളാകുമ്പോൾ പൊതുവെ തെറ്റുകൾ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് ബുക്സ് നമ്മുടെ SCERT, NCERT ബുക്സുകളൊക്കെ സ്റ്റാൻഡേർഡ് ബുക്സിൽ പെട്ടതാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമുക്ക് മെറ്റീരിയൽസ് സെപ്പറേറ്റ് നമുക്ക് പറയാം. ഒരു റിസോഴ്സസ്, ഏതൊക്കെ റിസോഴ്സ് ഉപയോഗിക്കണം നമുക്ക് പറയാം. പക്ഷേ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റാൻഡേർഡ് ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഈ UPSC ലെവലിലുള്ള പ്രിപ്പറേഷൻ വരുമ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് മലയാളത്തിലുള്ള ബുക്സുകൾ, നല്ല സ്റ്റാൻഡേർഡ് ബുക്സുകൾ അവൈലബിൾ അല്ല എന്നല്ല. ഞാൻ പറയുന്നത്, നിങ്ങളൊരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ മലയാളം ബുക്സിൽ മാത്രം ലിമിറ്റ് ചെയ്യരുത് എന്നാണ്. കാരണം നല്ല സ്റ്റാൻഡേർഡ് ബുക്സുകൾ ഇംഗ്ലീഷിലാണ് അവൈലബിൾ എങ്കിൽ അങ്ങനെയുള്ള ബുക്സുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇംഗ്ലീഷ് ഒരു ബാരിയറായിട്ട് നിൽക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മലയാളത്തിൽ തന്നെ പഠിച്ച് ശീലിച്ചതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇംഗ്ലീഷ് അത്ര പ്രശ്നമല്ല. ഇംഗ്ലീഷിൽ റിസോഴ്സ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ സിമ്പിൾ ലാംഗ്വേജിൽ തന്നെയാണ് ഈ ബുക്സുകളൊക്കെ എഴുതിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ബുക്സുകളൊക്കെ. അപ്പോൾ ആ ഒരു മലയാളം ബുക്സിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ റിസോഴ്സസുകൾ കണ്ടമാനം വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ അടുക്കൽ ഒരു സബ്ജക്റ്റിന് നമ്മൾ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഒരു മെറ്റീരിയൽ റെഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ 1 or 2 മാക്സിമം. ചില സബ്ജക്റ്റുകൾക്കൊക്കെ നമുക്ക് 2 എണ്ണം യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഇതിൽ ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ
ഒരു ഇന്ത്യൻ എക്കോണമി പഠിക്കാൻ രമേശ് സിംഗിൻ്റെ, അതുപോലെ ഈ ശങ്കർ ഗണേഷിൻ്റെ ബുക്സ് വാങ്ങണം, മിശ്രാൻ പുരി, ദത്താൻ സുന്ദരം എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിൽ കണ്ടമാന ബുക്സുകൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത്. കാരണം നമ്മളിതിൽ റിസർച്ച് നടത്താനല്ല വരുന്നത്, ഒരു ജനറൽ അവയർനെസ് മാത്രമാണ് ഈ ടോപ്പിക്സുകളൊക്കെ ഉണ്ടാവേണ്ടത്. അതായത് ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്താൽ ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. ആ കൃത്യമായിട്ടുള്ള ആ ഒരു ലെവലിലുള്ള പ്രിപ്പറേഷൻ നമ്മുടെ അടുക്കൽ മതി. ഓവർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഈ എക്സാം ക്രാക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതിനെ മറക്കുന്ന ഒന്നും എന്ത് ചെയ്യരുത്, നമ്മൾ റിസർച്ച് രീതിയിലേക്ക് പോകരുത്. അപ്പോൾ ലിമിറ്റ് യുവർ റിസോഴ്സ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ റിസോഴ്സ് മാക്സിമം ലിമിറ്റ് ചെയ്യുക. ഏറ്റവും മിനിമലിസം നമ്മൾ പഠിക്കുക. വളരെ കുറച്ച് റിസോഴ്സ്, ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ ഈ പഴയ ബുക്സുകൾ നമ്മളടുക്കുണ്ട് എന്ന് വിചാരിച്ച് ഈ അപ്ഡേറ്റഡ് അല്ലാത്ത എഡിഷൻസുകൾ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ഒരിക്കലും അപ്ഡേറ്റഡ് അല്ലാത്ത വേർഷൻസ് എപ്പോഴും മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. നമ്മൾ പുതിയൊരു പുസ്തകം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റഡ് എഡിഷൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇനി അഥവാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്സ് അല്ല, നമ്മൾ ഓൾറെഡി ഒരു ബുക്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അടുക്ക പഴയ എഡിഷൻ ആണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നെറ്റിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് നമുക്ക് കണ്ടമാനം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ തന്നെ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം പുതിയ പുസ്തകം വാങ്ങണം എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തൽ നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. കാരണം PSCയുടെ പല ചോദ്യങ്ങളും എസ്പെഷ്യലി ഈ പൊളിറ്റിയിൽ അതുപോലെ എക്കണോമിക്സിൽ ഒക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ PSC ഇടുന്ന ചോദ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പഴയ ഒരു വേർഷൻ എന്നാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ പഴയ വിവരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ അപ്ഡേറ്റഡ് എഡിഷൻസ് ഉപയോഗിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കൺസെപ്ച്വൽ ഡെപ്ത്, അതുപോലെ നമ്മുടെ ക്ലാരിറ്റി, ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മളൊരു മഗ്ഗപ്പിംഗ് ടെൻഡൻസിയോട്, മഗ്ഗപ്പ് ചെയ്യുന്നതിനപ്പുറം ചില കാര്യങ്ങൾ PSCക്ക് മഗ്ഗപ്പ് ചെയ്ത് കാണാതെ തന്നെ പഠിക്കണം. പക്ഷെ അതിനോടൊപ്പുറം നമ്മൾ ഓരോ പ്രത്യേകിച്ചും ഈ കൺസെപ്റ്റ്സ് വേണ്ട ചില ഏരിയകളുണ്ട്. എക്കണോമിക്സിലാവട്ടെ, ജിയോഗ്രഫിയിലാകട്ടെ, പൊളിറ്റിയിലാവട്ടെ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ ബേസിക് ഇത് എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ ഫാക്ട്സ് കുറേ റാങ്ക് ഫയലുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ റാങ്ക് ഫയലുകൾ ഉപയോഗിക്കേണ്ടെന്നല്ല, റാങ്ക് ഫയലുകളിൽ ഉപയോഗിക്കേണ്ട ചില ഏരിയകളുണ്ട്. പക്ഷെ എല്ലാത്തിനും നമ്മൾ റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മാത്രം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ബുക്സ് ഉപയോഗിക്കാതെ ഒരു മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, ഇത് ഒരു നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു എക്സാമിന് എന്ത് ചെയ്യുക, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മാർഗമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ ഉപയോഗങ്ങൾ നമ്മൾ ശീലിക്കേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഒരു പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്സുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിൻ്റെ ഒരു ലെവൽ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ബേസിക് ബുക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബുക്സ് SCERT തന്നെയാണ്. അതുപോലെ NCERT ബുക്സുകൾ. ഈ ബുക്സുകളുടെയൊക്കെ പ്രത്യേകത 5ലും 6ലും 7ലും അല്ലെങ്കിൽ 10ാം ക്ലാസ് ഹൈസ്കൂൾ ലെവലിൽ ആ ഒരു ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് കൊണ്ടിട്ടാണ്, അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സസുകളെ ബേസ് ചെയ്തിട്ടാണ്, സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചതിന് ശേഷം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകൾ SCERT NCERT പോലെയുള്ള ബുക്സുകൾ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലുള്ള ബുക്സുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് മെറ്റീരിയലിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് റിസോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ പറയാനുള്ളത്. ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നല്ലേ നമ്മൾ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സും എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ ബുക്കുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നല്ലേ നമുക്കൊന്ന് പറഞ്ഞൂടെ? അതായത് നമ്മൾ ഓരോ ടോപ്പിക്സിലും ഏതൊക്കെ മെറ്റീരിയൽസുകളാണ് ഉപയോഗിക്കേണ്ടത്.
അതിലേക്ക് വരികയാണെങ്കിൽ ഈ സത്യത്തിൽ അങ്ങനെ ഒരു മെറ്റീരിയലുകളുടെ അല്ലെങ്കിൽ ബുക്സുകളുടെ ലിസ്റ്റ് തരികയാണെങ്കിൽ ഒരുപാട് നമുക്ക് തരാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നിട്ട് ഞാൻ പറയാം ചില ലിസ്റ്റുകൾ. അതായത് ലിസ്റ്റ് കണ്ടിട്ട് ഒരിക്കലും പേടിക്കേണ്ടതില്ല. നമ്മുടെ ഓരോ ടോപ്പിക്സിലും എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോകളും പറഞ്ഞൊരു കാര്യമുണ്ട്. മാത്സ്, മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം അഥവാ ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിൽ നിന്നാണ് ഏകദേശം പ്രിലിംസിന് 50ഓളം പകുതിയോളം മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സാറന്മാരുടെ, നമ്മുടെ തന്നെ ഇപ്പോൾ നമ്മൾ ലാം PSCയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സാറന്മാരെടുക്കുന്ന എന്ത് ചെയ്യും, മാത്സിൽ, ഇംഗ്ലീഷിൽ, അതുപോലെ മലയാളത്തിൽ ഉള്ള ക്ലാസ്സുകൾ കേട്ടിട്ട് നമ്മളെ മെറ്റീരിയലുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എനഫ്. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് PYQസിൽ ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി മറ്റു ഏത് ആപ്പുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ള പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഈ ഏരിയകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ്, എവിടെ നിന്നാണോ, യൂട്യൂബിൽ കണ്ടമാനം വീഡിയോകളുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാറന്മാരെ ക്ലാസ്സുകളുണ്ട്, അത് കണ്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പുകളിൽ നിന്ന് എങ്ങനെയെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാന്ന് ഒന്നാമതായിട്ട് പറയല്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് ജനറൽ നോളജ് അല്ലെങ്കിൽ GKയുടെ പാർട്ടിൽ നമുക്ക് വരുന്നത് ഒന്ന് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന മൊത്തം ഹിസ്റ്ററിയാണ് സിലബസിൽ പറയുന്നത്. അതിൽ കേരള വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. അപ്പോൾ കേരള ഹിസ്റ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഹിസ്റ്ററിക്ക് നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഒന്ന് SCERT തന്നെ. പക്ഷേ SCERTയിൽ കേരള ഹിസ്റ്ററി കുറയൊന്നും പറയുന്നില്ല. പക്ഷേ ഈ നമ്മുടെ SCERT ഇറക്കിയിരിക്കുന്ന മലയാളത്തിൽ ഈ തീംസ് ഇൻ കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. എനിവേ, SCERT ആണ് ഒന്നാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകം അതാണ്. പിന്നീട് സ്റ്റാൻഡേർഡ് ബുക്സുകളിൽ നമുക്ക് പറയാൻ പറ്റിയത് വേറെ PSC ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ശ്രീധര മേനോന്റെ കേരള ഹിസ്റ്ററി എന്നുള്ളൊരു പുസ്തകം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നിർബന്ധമായിട്ടോ, ഈ പുസ്തകം മൊത്തം വായിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രം വായിച്ചാൽ മതി. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് 99% ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ കേരള PSC തന്നെ അതിൻ്റെ 60ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ പതിപ്പുണ്ട്. കേരള ഹിസ്റ്ററിക്ക് മാത്രമായിട്ട് കേരള ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം, ഈ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ആൻഷ്യൻ്റ് പാർട്ട് ഇവിടെ വരുന്നില്ല. ഈ സിലബസിൽ നമുക്ക് മിഡീവൽ ഇന്ത്യയും മോഡേൺ ഇന്ത്യയുമാണ് വരുന്നത്. ഈ മിഡീവൽ ഇന്ത്യയിൽ വളരെ ലിമിറ്റഡ് ആയി ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദ്യങ്ങൾ കാണുന്നേ ഇല്ല. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മോഡേൺ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മിഡീവൽ ഇന്ത്യയിൽ കുറേ ടൈം കളയരുത്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ, അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയകളുണ്ട് മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഏരിയ മാത്രം പഠിച്ചെടുക്കുക എന്നല്ല, അതിന് കുറേ സമയം കളയേ ചെയ്യരുത്. കാരണം നമുക്ക് വളരെ കുറച്ചും സ്കോറിങ് മാർക്കേ അവിടുന്ന് അവൈലബിൾ ഉണ്ട്. മറ്റൊന്ന് പിന്നെ നമുക്ക് ഈ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയത്, തമിഴ്നാട് അവരുടെ സ്റ്റേറ്റ് ബോർഡ് ഇറക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. തമിഴ്നാടിൻ്റെ ഹയർ സെക്കൻഡറി +1 +2 ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഹിസ്റ്ററി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ക്രോണോളജിക്കലി വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേൾഡ് ഹിസ്റ്ററിക്ക് ഉപയോഗിക്കാം, ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഉപയോഗിക്കാം. ആൻഷ്യൻറ്റും മിഡീവലിനും വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിച്ച് പോകുന്നതെന്നല്ല, നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായി അടുക്കും ചിട്ടയോടും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന UPSC ആസ്പിരൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പുസ്തകമാണ് ഈ സ്പെക്ട്രത്തിൻ്റെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വളരെ വലിയൊരു പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകങ്ങളും എല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ടല്ല. അതിൻ്റെ മോഡേൺ ഇന്ത്യയുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മോഡൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് മോഡേൺ ഇന്ത്യ. ഒരുപാട്
ഒരുപാട് പുസ്തകങ്ങളിൽ നിന്നുള്ള സോഴ്സുകൾ മുഴുവൻ UPSC പെർസ്പെക്റ്റീവിൽ അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ സ്പെക്ട്രത്തിൻ്റെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ ഹിസ്റ്ററിക്ക് വേറെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ട, ഉപയോഗിക്കേണ്ട. കാരണം ബാക്കിയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ നമുക്ക് റാങ്ക് ഫയലുകളിൽ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ ഹിസ്റ്ററിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ബുക്സിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ് സേഫ് ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. പിന്നെ ബിപിൻ ചന്ദ്രയുണ്ട്, മെഡിവൽ ഇന്ത്യക്ക് സതീഷ് ചന്ദ്രയുണ്ട്, അതുപോലെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ബിപിൻ ചന്ദ്രൻ്റെ ഉണ്ട്. അതുപോലെ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ള പുസ്തകമുണ്ട്. ഇതൊക്കെ നല്ല സോഴ്സ് അല്ലേ എന്ന് ചോദിച്ചാൽ നല്ല റിസോഴ്സാണ്. പക്ഷെ അത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് ആവശ്യമില്ല ഈ പുസ്തകങ്ങളൊന്നും. നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്യാം, ബുക്സുകൾ റിസോഴ്സസുകൾ മാക്സിമം ലിമിറ്റ് ആക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ 3 ബുക്സുകൾ തന്നെ ദാറ്റ്സ് ഇനഫ്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്.